ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഡോണറ്റാണ്. നല്ല സ്പോഞ്ച് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡോണറ്റാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ഈസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം. അതിനിപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർക്കുകയാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പഞ്ചസാരയും ഓയിലും എല്ലാം കൂടി ഈ മൈദയും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കിട്ടണം. അതുവരെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അരക്കപ്പ് വെള്ളം ഇതിലേക്ക് പോരാ. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ആ ഒരു അരക്കപ്പ് വെള്ളം മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം വീണ്ടും അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ അര കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂണോളം വെള്ളം ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഇതുപോലൊരു ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 15 മിനിറ്റ് എന്തായാലും നമുക്കിത് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിതാ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മളിത് വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. അതിന് ശേഷം വേണം നമുക്കൊരു ഡോ വെക്കാൻ വേണ്ടിയിട്ട്. മേലെയും ഇതുപോലെ തന്നെ ഓയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം 1 മണിക്കൂർ 1.5 മണിക്കൂർ മസ്റ്റായിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഈസ്റ്റൊക്കെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊങ്ങി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ ചൂടുള്ള ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേഗം പൊങ്ങി കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ 1.5 മണിക്കൂറായ ഒരു ടൈമിൽ ഞാനിതൊന്ന് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ ഒരു ഡോ ഡബിളായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് മൈദ കൗണ്ടർ ടോപ്പിലേക്ക് ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മാവൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരേ സൈസിലുള്ള ബോളുകളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 കപ്പ് മൈദയിൽ ഞാനിതാ 7 ഡോണറ്റാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഏകദേശം അത്യാവശ്യം വലിപ്പത്തിലുള്ള ഡോണറ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു ബോൾസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഇതുപോലെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയൊരു നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കി ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാ ഡോണറ്റും ഞാനിതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇപ്പോൾ തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിലാണ് ഡോണറ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓരോരോ ഡോണറ്റ് ആയിട്ടാണ് ഞാനിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തേക്കായിട്ട് നമുക്കിതാ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തെറിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അടിഭാഗവും മേൽഭാഗവും ഒരുപോലെ തന്നെ റെഡി ആയിട്ട് കിട്ടും. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഈ ഒരു ഡോണറ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നെങ്കിൽ മാത്രമാണ് ഉൾഭാഗം വേവാവുള്ളൂ. പെട്ടെന്ന് തന്നെ വേവായിട്ട് കിട്ടും. അപ്പോൾ കൂടുതൽ സമയം നമ്മൾ എണ്ണയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് കളർ മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക, അതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഡോണറ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുള്ള ഒരു സാധനത്തിനും തീരും എണ്ണ പിടിക്കൂല കേട്ടോ. അപ്പോൾ എണ്ണ തീരും പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിതാ ബാക്കി കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഏലക്കായും പഞ്ചസാര കൂടിയും രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഒരു ഡോണറ്റ് കഴിക്കുന്ന ടൈമിൽ. നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കഴിക്കാൻ തന്നെ നമ്മുടെ ഡോണറ്റ് നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല സ്പോഞ്ചി ആയിട്ടാണ് നമ്മളുടെ ഒരു ഡോണറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ട് നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ ബൈ.